ഈ നിസ്കാരത്തില് അന്യപുരുഷന്മാരോടൊപ്പം പള്ളിയിൽ പോയി പെണ്ണുങ്ങൾക്ക് നിസ്കരിക്കാൻ പറ്റുമോ? പെണ്ണുങ്ങൾക്ക് നിസ്കരിക്കാൻ പാടുണ്ടോ? ഉണ്ടെങ്കിൽ നടന്നിട്ടുണ്ടോ? അല്ലെങ്കിൽ ആരൊക്കെയാണ് സംഭവിച്ചത്? കാരണം എല്ലാ കാലത്തും എന്താ ചോദ്യം? എത്ര കേസറ്റിലാണ് ചോദ്യം? ഞാൻ 12 കൊല്ലമായി ചോദിക്കുന്നു, ഒരൊറ്റ മുജാഹിദ് മൗലവിയും ഇന്നേ വരെ മറുപടി പറഞ്ഞിട്ടില്ല. എന്താ ചോദ്യം? ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ ഏതെങ്കിലും ഒരു നിസ്കാരത്തിൽ പോയി അൽമനാറും വായിച്ച വിവരമുള്ളൂ. പിന്നെ 4 കൊല്ലം ഏതെങ്കിലും ഒരു കോളേജിൽ പോയിട്ട് മലയാള ബുക്ക് വായിച്ച് എഴുതുകയുള്ളൂ. സാധാരണ ആൾക്കാരോട് പണ്ടേ പറയുന്ന ഒരു കാര്യം, ഇവർക്ക് ബുക്ക് വായിച്ച് എഴുതുള്ളൂ. ബുക്ക് പിന്നെ പേര് സ്വർണത്തിന്റെ ഏടില്ല അവർ വായിക്കല്. എല്ലാവരും ബുക്ക് വായിച്ചിട്ടുണ്ടെന്ന് എഴുതുണ്ടായാലും നമ്മൾ ശരിക്കും പഠിച്ചു വെച്ചോളി. റസൂലുള്ളാഹിയുടെ കാലത്ത് ഗ്രഹണം ബാധിച്ചത് ഏത് കൊല്ലാൻ ആദ്യം പഠിച്ചു വെക്കണം. എന്തിനാ അത് പഠിച്ചു വെക്കണമെന്നറിയോ? കാന്തപുരം മുസ്ലിയാർ വരുന്നൊരു മുസ്ലിയാർ, അയാളെ പേര് പറയാൻ ഇഷ്ടപ്പെടാറില്ല, എന്നാലും പറഞ്ഞു പോയിക്കോട്ടെ. ആ മനുഷ്യൻ ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട്, സ്ത്രീ ജുമാ ജമാഅത്ത്. സ്ത്രീ ജുമാ ജമാഅത്ത് ഹറാമാണ് എന്നാണ് ഇതിൽ സ്ഥാപിക്കുന്നത്. എന്ത്? കള്ളുടിക്കൽ പോലെ ഹറാമാണ്. ഏത്? പെണ്ണുങ്ങൾ പള്ളി പോലെ ജുമാഅത്തും ജമാഅത്തിനൊക്കെ. ആ പുസ്തകത്തിൽ അദ്ദേഹം പറയുന്നത് ഈ ഗ്രഹണസ്കാരത്തിന്റെ വിഷയത്തെ പറ്റിയിട്ട് നമ്മൾ ഹദീസുകൾ അങ്ങോട്ട് നിരത്തി വെച്ചു കൊടുത്തപ്പോ മനുഷ്യൻ കേൾക്കാൻ പറ്റാത്ത ഒരുപാട് ദുർവ്യാഖ്യാനങ്ങൾ മൂപ്പരയിൽ എഴുന്നള്ളിച്ചു. ഒരു ബുക്കുണ്ട്. ആ ബുക്കിന്റെ 56, 57, 58 പേജുകളിലൊക്കെ ഈ ഗ്രഹണസ്കാരത്തെ പറ്റിയുള്ള വിഷയാപനം. അതിലെന്തൊക്കെ കരണം മറിച്ചുകളാണ് നടത്തിയിട്ടുള്ളത് നമ്മൾ മനസ്സിലാക്കണം. എന്ത് ഹദീസുകളാണ് പറഞ്ഞെടുത്താലും ഇവർക്ക് ആകെയുള്ള മറുപടി അതൊക്കെ ഹിജാബിന്റെ ആയത്തിന്റെ മുമ്പാ. ഹിജാബിന്റെ ആയത്ത് ഇറങ്ങിയ ശേഷം ഒറ്റ പെണ്ണും പള്ളിയിൽ പോയിട്ടില്ല. അപ്പൊ തന്നെ നിങ്ങൾ ചോദിക്കണം, എന്നേ മുസ്ലിയാരെ ഹിജാബിന്റെ ആയത്ത് ഇറങ്ങി? അതെന്ന് പറയാം ആദ്യം. അപ്പൊ ഒന്നുകിൽ ഹിജറ 3-ലാണ് അല്ലെങ്കിൽ ഹിജറ 5-ലാണ് എന്ന് പറയേണ്ടി വരും. എന്ത്? ഇത്തിരി കടലാസിൽ അറബി കൂട്ടി വായിക്കാൻ അറിയണ മൊയ്യാരാണെങ്കിൽ പറയേണ്ടി വരും. എന്ത്? ഹിജറ 3 അല്ലെങ്കിൽ 5. അതിലപ്പുറം ഏതായാലും ഹിജാബിന്റെ ആയത്ത് ഇറങ്ങി. ഈ സംഭവം നടക്കണ എപ്പോഴാണ് നിങ്ങൾ ശരിക്കും പഠിച്ചു നോക്കണം. ഇതൊക്കെ ആരോട് തർക്കിക്കാൻ വേണ്ടിയല്ല, തെറ്റിദ്ധാരണ നിങ്ങൾക്കുണ്ടെങ്കിൽ തീരാൻ വേണ്ടിയാ പറയുന്നത്. ആരോടും തർക്കിക്കാനല്ല നമ്മൾ ഇൽമു പഠിക്കുന്നത്, അല്ലാഹുവിന്റെ റസൂലിന്റെ സുന്നത്ത് പഠിക്കാൻ വേണ്ടിയാണ്. അത് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കാം. ഇനി ആരെങ്കിലും തെറ്റിദ്ധരിച്ചെങ്കിൽ പറഞ്ഞു കൊടുക്കാൻ നിങ്ങൾക്ക് ഇൽമു വേണം. ഈ ഗ്രഹണം ബാധിക്കുന്നത് ഹിജറ 10-ാമത്തെ കൊല്ല. എന്തായാലും തെളിവ്? ഇബ്രാഹിം എന്നുള്ള കുട്ടി മരിച്ചത് ഏത് കൊല്ലാണ്? ചരിത്രം പറയുന്നു 10-ാമത്തെ കൊല്ലാണെന്ന്. ഹിജറ 10-ാം കൊല്ലം റസൂലുള്ള മരിക്കുന്ന കൊല്ലാണ്. മനസ്സിലാക്കണം. അപ്പൊ ആ കാലത്താണ് ഗ്രഹണം ബാധിക്കുന്നത്. ആ സന്ദർഭത്തിൽ നടത്തിയ നിസ്കാരത്തെ പറ്റിയിട്ട് ഞാനാ പറയുന്നത്, ഉദ്ധരിക്കുന്നത് തന്നെ അസ്മാ ബീവിയാണ്. അസ്മാ ബീവി എന്ന് പറഞ്ഞാൽ ആരാണ്? ആയിഷ ബീവിന്റെ താത്തെ എന്ന് പറഞ്ഞാല് അബൂബക്കർ സിദ്ദീഖിന്റെ മകളാണ്. ദാത്തുൻ നിസാഖൈനി എന്ന ഓമന പേരാണ് റസൂലുള്ള അവർക്ക് നൽകിയത്. പരിശുദ്ധയായ സ്ത്രീ, സ്വഹാബ സ്ത്രീ. അവർ പറയുന്നു, ഉസിഫത്തി ശംസു അലാ അഹദിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹുവിന്റെ റസൂലിന്റെ കാലത്ത് സൂര്യന് ഗ്രഹണം ബാധിച്ചു. ഫസിയ, നബി പെട്ടെന്ന് ഭയപ്പെട്ടുപോയി. നബി തന്റെ ഡ്രസ് എടുത്തിട്ടല്ല പോയതെന്നാണ്, വേറെ ഏതോ ഒരു തട്ട പെട്ടെന്ന് എടുത്തത്. അത്രയും ധൃതിയിൽ പോയി. പിന്നെ വേറെ ആരോ കൊടുത്തിട്ടാണ് നബി തന്റെ തട്ടെടുത്തതെന്നാണ്. അത്ര സ്പീഡിൽ പോയി. കാരണം ആൾക്കാർ അന്ധവിശ്വാസം പറയണേ. അപ്പൊ തന്നെ തിരുത്തണമെന്ന് നബിക്ക് തോന്നി. അധികം താമസിച്ചില്ല, പെട്ടെന്ന് പോയി. എന്നിട്ട് കാലത്ത് അസ്മാ ബീവി പറയാണ്, ഞാനും പുറപ്പെട്ടിരുന്നു. അങ്ങനെ എന്റെ ആവശ്യങ്ങളൊക്കെ നിർവഹിച്ചിട്ട് സുമ്മജീത്തു, ഞാനും വന്നു. ഫദഖൽതുൽ മസ്ജിദ, ഞാൻ പള്ളിയിൽ പ്രവേശിച്ചു. ഫദഖൽതുൽ മസ്ജിദ എന്നിങ്ങനെ അടിവരയിട്ട് മനസ്സിലാക്കിക്കൊള്ളി. എന്താ കാരണം എന്നറിയോ? ഞാൻ നേരത്തെ പറഞ്ഞ മൊയ്തേരുണ്ടല്ലോ, അയാളെ ശ്രീജുമായമായിട്ട് എന്നുള്ള ബുക്കിന്റെ 57-ാമത്തെ പേജിൽ അദ്ദേഹം പറയണം എന്താ അറിയോ? അസ്മ നിസ്കരിച്ചത് ആയിഷ ബീവിയുടെ വീട്ടിലാണ്. അസ്മാ ബീവി നിസ്കരിച്ചത് പള്ളിയിൽ കയറിയിട്ടല്ല, ആയിഷ ബീവിയുടെ വീട്ടിലായിരുന്നു എന്ന് ആ ബുക്കിന്റെ 57-ാമത്തെ പേജിൽ പറയുന്നുണ്ട്. പച്ചക്കള്ളം. ഹദീസിൽ ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്ത സഹിഹായ ഹദീസിൽ അസ്മാ ബീവി തന്നെ പറയണത്, കണ്ടജാൻമാർക്ക് കേട്ട ഞാൻ പറയട്ടെ മാതിരി മൂപ്പരവർത്താനം. അസ്മാ ബീവി പറയുന്നത്, പങ്കെടുത്ത ആള് പറയുന്നത് ദഖൽതുൽ മസ്ജിദ, ഞാൻ പള്ളിയുടെ ഉള്ളിൽ കയറി. അപ്പൊ ഫറഅയ്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഖായിമൻ, അല്ലാഹുവിന്റെ റസൂൽ നിസ്കരിക്കുന്നുണ്ട്. ഫകുൻതു മഅഹു, ഞാനും നബിയോടൊപ്പം കൈകെട്ടി നിന്നു. ഫഅതാലൽ ഖിയാമ, നബി നൃത്തം അങ്ങനെ ദീർഘിപ്പിച്ചു. ഹത്താ റഅയ്തുനി, എനിക്ക് തോന്നിപ്പോയി, ഉരീദു അൻ അജ്ലിസ, ഇരിക്കണമെന്ന് തോന്നിപ്പോയി. അത്ര വലിയ ദൈർഘ്യമേറിയ നൃത്തമാണ്. ഇരിക്കണം എന്നെനിക്ക് തോന്നിയപ്പോൾ സുമ്മ അൽതഫിതു ഇലൽ മർഅത്തിൽ ളഈഫ, എന്റെ തൊട്ടടുത്തതാ മറ്റൊരു സ്ത്രീ നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് ഒരു വഴിക്ക് 2 പക്ഷിയായി, അസ്മാ ബീവി മാത്രല്ല. സുമ്മ അൽതഫിതു ഇലൽ മർഅത്തിൽ ളഈഫ,
എന്റെ അത്ര തന്നെ ആരോഗ്യമില്ലാത്തവർ കിഴവിയതാ നിന്ന് നിസ്കരിക്കുന്നുണ്ട്. ഫഖൂലു, അപ്പൊ ഞാൻ എന്റെ മനസ്സിൽ പറഞ്ഞുപോയി, ഞാൻ എന്തിനാ ഇരിക്കാൻ വേണ്ടി ചിന്തിക്കുന്നത്? ഹാദിഹി അദ്അഫു മിന്നീ ഫഅഖൂമു, എന്നേക്കാൾ പ്രായവും എന്നേക്കാൾ ശേഷിക്കുറവൊക്കെ ഉള്ള ഈ സ്ത്രീ പോലും നിൽക്കുകയാണെങ്കിൽ ഞാൻ ഇരിക്കണ്ട, ഞാൻ നിന്ന് നിസ്കരിക്കാൻ ചെയ്യും എന്ന് അസ്മാ ബിബി റളിയല്ലാഹു തആല അൻഹ വിചാരിച്ചു പോയി. മുസ്ലിമിലുള്ള സഹീഹായ ഹദീസ് കാണാൻ സാധിക്കും. ഏതിലാ കാണാൻ? കുസൂഫ് ഗ്രഹണസ്കാരം എന്നുള്ള അധ്യായത്തില് മുസ്ലിം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇനി അസ്മാ ബീവി മാത്രമല്ല, ആയിഷ ബീവി നിസ്കാരത്തിലുണ്ടായിട്ടുണ്ട്. ആയിഷ ബീവി ഉണ്ടായിരുന്നു നിസ്കാരത്തില്, അത് നമുക്ക് ബുഖാരിയിൽ കാണാം. ആയിഷ ബീവി ഉണ്ടായിരുന്നു നിസ്കരിക്കാൻ, അസ്മാ ബീവി ഉണ്ടായി, ആയിഷ ബീവി ഉണ്ടായി, മറ്റു സ്ത്രീകളും ഉണ്ടായിരുന്നു. ഒരു തെളിവെന്താ? ഈ ഹദീസ് തന്നെ ഉണ്ട്, എന്നേക്കാണ് പ്രായമുള്ള ഒരു സ്ത്രീ അവിടെ ഉണ്ടായിരുന്നു, എന്നിട്ട് അവർ നിൽക്കല്ലേ, അപ്പൊ മൂന്നാമത്തെ ഒരാളുണ്ട്. ഇനി അതിലൊക്കെ അപ്പുറം ആൾക്കാരുണ്ട്. എന്താ കാരണം? ഹദീസിൽ വ്യക്തമായിട്ടുണ്ട്, പെണ്ണുങ്ങളെ തൊട്ടുന്നിട്ട് നീണ്ടിട്ട് ആണുങ്ങൾക്ക് പോലും സരളാത്തത്ര രൂപത്തിൽ ആണുങ്ങളെ തൊപ്പ് പെണ്ണുങ്ങളെ തൊപ്പിന്റെ അവിടേക്ക് വന്ന ആണുങ്ങളും പെണ്ണുങ്ങളൊക്കെ ധാരാളം ഉണ്ടായി, പള്ളി ഇങ്ങോട്ട് നിറഞ്ഞു കവിഞ്ഞു ഹദീസിലുണ്ട്. ഏത് കൊല്ലത്തിലാ നോക്കണം? ഹിജറ 10ാമത്തെ കൊല്ലത്തില് ഹിജാബിന്റെ ആയത്ത് ഇറങ്ങിയിട്ട്, ഇവര് പറയുന്ന ഹിജാബിന്റെ ആയത്ത് ഇറങ്ങിയിട്ട് 5 കൊല്ലം കഴിഞ്ഞിട്ട്. എന്താണ്? ആദ്യകാലത്ത് പോയിരുന്നു, പിന്നൊന്നും പോയിട്ടില്ല എന്ന് പറയുന്ന ആൾക്കാരെ മുമ്പിലുള്ള ഉഗ്രം മറുപടിയായ ഹദീസുകളാണ്. എന്നിട്ട് ഈ ഹദീസിന്റെ വ്യാഖ്യാനത്തിൽ ഫത്ഹുൽ ബാരി പറയണം, പെണ്ണുങ്ങൾ എവിടെയായിരുന്നു? ഫഖദ് കുന്ന ഫീ മുഅഖറിൽ മസ്ജിദി, അവർ പള്ളിയുടെ ഏറ്റവും ബാക്കിലത്തെ സഫിലായിരുന്നു. ഏതുപോലെ? കമാ ജറത് ആദത്തുഹുന്ന ഫീ സായിരി സ്വലവാത്തി, ഈ നിസ്കാരത്തിൽ മാത്രമല്ല സാധാരണ മറ്റു നിസ്കാരങ്ങളിലും അവരുടെ പതിവ് എവിടെ നിൽക്കലാണെങ്കിൽ അവിടെ തന്നെയായിരുന്നു അവരപ്പോഴും നിന്നിരുന്നത്. ഈ ഇബാറത്തിലൂടെ ഒരു വടിക്ക് 2 പക്ഷി. എന്താ അത്? സാധാരണ നിസ്കാരത്തിലും ഇവർ വരുമ്പോ അവിടെ തന്നെ നിൽക്കല്, മറ്റു നിസ്കാരത്തിനും വരാറുണ്ടായിരുന്നു. ഫത്ഹുൽ ബാരി പറയുന്നത് 2ാം വാള്യം 435 പേജ്. ഇതൊക്കെ ഇങ്ങനെ പറയണെന്തിനറിയോ? കേസറ്റിൽ അവിടെ എടുക്കട്ടെ. ഏതെങ്കിലും കിതാബ് നോക്കാൻ അറിയാവുന്നവർക്ക് നിങ്ങളെ മൗലി ക്ലാസ് നിങ്ങളോട് തട്ടിവിട്ടതാ, കിതാബ് നോക്കാൻ അറിയണം, എന്റെ മുമ്പിൽ വരട്ടെ എന്ന് അറിയുമ്പോൾ ഞാൻ കൊടുക്കുക. 2ാം വാള്യം 435 പേജിലുണ്ട്. ഇല്ലെങ്കിൽ അപ്പം നമുക്ക് നോക്കാം. പിന്നെ നിങ്ങൾ നോക്ക്, ഇമാം നവവി പറയുന്നു. നവവി എന്ന് പറഞ്ഞാൽ ശാഫിഈ മദ്ഹബിലെ പ്രമുഖനായ പണ്ഡിതനാണ്. അദ്ദേഹം ഈ ഹദീസൊക്കെ അങ്ങനെ പറഞ്ഞിട്ട് പറയണ, ഫീഹി, ഈ ഹദീസ് കൊണ്ട് നമുക്ക് പഠിക്കാനുണ്ട്. എന്തൊക്കെ പഠിക്കാനുണ്ട്? ഇസ്തിഹ്ബാബു സ്വലാത്തുൽ കുസൂഫി ലിന്നിസാഇ, സ്ത്രീകൾക്കും ഗ്രഹണ നമസ്കാരം സുന്നത്താണെന്ന് മനസ്സിലാക്കാം. അതേപോലെ തന്നെ വഫീഹി, ഹദീസിലുണ്ട്, ഹുദൂറുഹുന്ന, പെണ്ണുങ്ങൾക്ക് പങ്കെടുക്കാം, ഹാജരാകാം, വറാ അർരിജാലി, അന്യ പുരുഷന്മാരുടെ പിന്നിലായിക്കൊണ്ട് അവർക്കും പങ്കെടുക്കാം. ആരാ പറയുന്നത്? ശാഫിഈ മദ്ഹബിലെ 2ാം ശാഫിഈ എന്നറിയപ്പെടുന്ന ഇമാം നവവി, ശറഹ് മുസ്ലിം 6ാം വാള്യം 209 പേജ്. ഓരൊക്കെ മനസ്സിലാക്കിയാലെന്താ? പെണ്ണുങ്ങൾക്ക് പങ്കെടുക്കാം. ശറഹ് മുസ്ലിമിന്റെ ഇമാം നവവിയൊക്കെ ജീവിച്ചിരിക്കുന്നത് ഏത് നൂറ്റാണ്ടിലാണെന്നൊക്കെ നമ്മൾ പഠിക്കണം. എത്രയോ കൊല്ലങ്ങൾ കഴിഞ്ഞിട്ട്, നൂറ്റാണ്ടുകൾക്ക് ശേഷമാണ് അവരൊക്കെ ജീവിച്ചു മരിച്ചുപോയത്. അവർക്കൊന്നും മനസ്സിലായില്ല. ഈ പെണ്ണുങ്ങൾ ഗ്രഹണസ്കാരത്തിന് പോക്കും, പെരുന്നാൾക്കാരത്തിന് പോക്കും, തറാവീഹ്കാരത്തിന് പോക്കും, ജുമാക്ക് പോക്കും, ജമാഅത്തിന് പോക്കും ഹറാമാന്ന് ഒരൊറ്റ പണ്ഡിതനും എഴുതി വെച്ചില്ല. ഇവരെ ഈ മൊയ്ലാന്മാരല്ലാതെ വേറെ ആരും ഇത് ഹറാമാണ്, നിരുപാധികത ഹറാമാണെന്ന് എഴുതി വെച്ചിട്ടില്ല. അപ്പൊ ഈ ദുർവ്യാഖ്യാനങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞത്, പർദ്ദന്റെ ഒരു ദുർവ്യാഖ്യാനം മുസ്ലിയാർ നേരത്തെ ബുക്കിൽ പറഞ്ഞാൽ എന്താണ്? പർദ്ദന്റെ ആയത്ത് ഇറങ്ങിയതിന് ശേഷം പോയിട്ടില്ല. എന്നാ പർദ്ദന്റെ ആയത്ത് ഇറങ്ങിയതിന് ശേഷമാണിത്. ഹിജറ 10ലാണ്, നമ്മൾ പഠിച്ചു വെക്കണം. 10ലാണ് പോയത്. ആരൊക്കെ പോയത്? പ്രഗത്ഭരാണ്. അസ്മാ ബീവി ഉണ്ട്. ആരാ അസ്മാ ബീവി? സിദ്ദീഖുൽ അക്ബറിന്റെ മോള് ആയിഷ ബീവിന്റെ താത്ത ഗ്രഹണസ്കാരത്തിനുണ്ട്. ആയിഷ ബീവി തന്നെയുമുണ്ട്, വേറെയും പെണ്ണുങ്ങളുണ്ട്. എല്ലാവരും പള്ളിന്റെ ബാക്കിലെ തൊത്തിലുണ്ടായിരുന്നു എന്ന് ഹദീസ് കൊണ്ട് പ്രകടമായി തെളിഞ്ഞിരിക്കുന്നു. അപ്പൊ മൊയ്ലിയാർ പറഞ്ഞ വേറൊരു ദുർവ്യാഖ്യാനം എന്താണെന്നറിയോ? ബഹുരസം. ഈ ഹദീസിൽ അസ്മ നിസ്കരിച്ചു എന്നുള്ളത് മൂപ്പര് സമ്മതിച്ചു, പക്ഷെ അത് പള്ളിയിലല്ല. നേരത്തെ ഞാൻ പറഞ്ഞു, മുസ്ലിമിലുള്ള ഹദീസിലുണ്ട്, ഇപ്പൊ ദഖൽതുൽ മസ്ജിദ, ഞാൻ പള്ളിയിൽ കയറി റസൂലുള്ളാഹി നിസ്കരിക്കുന്നത് കണ്ടു, ഞാനും നിസ്കരിച്ചു എന്നൊക്കെ ഹദീസിലുണ്ട്. അത് മറ്റുള്ളവരാരും കാണൂലായിരിക്കും എന്ന് വിചാരിച്ചതാണ് തട്ടിവിട്ടിട്ട് പിന്നെ മൂപ്പരുടെ വ്യാഖ്യാനം കണ്ടെത്തിയ എന്താ അറിയോ? ഈ ഹദീസിൽ തന്നെ വേറൊരു സംഭവം പറയേണ്ട അസ്മാ ബീവി. എന്താ? നൃത്തത്തിന്റെ ദൈർഘ്യം കൊണ്ട് തൊട്ടടുത്തിരിക്കുന്ന വെള്ളപ്പാത്രത്തിന്റെ കെട്ടഴിച്ചിട്ട് ഞാൻ എന്റെ തലയിൽ ഒഴിച്ചു ആ ഹദീസിലുണ്ട്. ശരിയാണ് ഹദീസിൽ. അപ്പൊ മൂപ്പര് പറഞ്ഞു, കണ്ടോ ഹാബിയെ, കണ്ടോ? ഇതാ പള്ളിയിലൊരു പെണ്ണ് വെള്ളം എടുത്ത് വാരോ? അപ്പൊ പെണ്ണ് നിന്നത് പുറത്തല്ലേ? പള്ളിന്റെ ഉള്ളിൽ കയറിയിട്ട് വെള്ളപ്പാത്രം കെട്ടഴിച്ചിട്ട് എങ്ങനെ പെണ്ണുങ്ങൾ തലയിൽ വാരുമോ? അപ്പൊ ആയിഷ ബീവിയുടെ വീട്ടിൽ തന്നെയല്ലേ ആ സംഭവം? അടുക്കളയിലല്ലേ വെള്ളം ഉണ്ടാവുക? ആയെങ്കിലും മനസ്സിലായിക്കൂടെ മുജാഹിദ് മൗലവിമാർ, അടുക്കളയിലുള്ള പാത്രങ്ങളെ പോലും അറിയാത്ത നിങ്ങളാണോ ദീന് പഠിപ്പിക്കുന്നതെന്ന് ചോദിച്ചിട്ട് മൂപ്പരെ വക ഒരുപാട് പടായി. 2 മറുപടി ആയിരുന്നു.
ഒന്ന്, റസൂലുള്ളാഹിയുടെ കാലത്ത് ഇന്നത്തെ പോലെ പള്ളി അടുക്കളയ്ക്ക് ഏതാണ്ട് ഒരേപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ഒക്കെ മണൽ വിരിച്ച സ്ഥലം, അവിടെ വെള്ളം വാരും. എന്താ കാരണം? നബി തിരുമേനിയുടെ കാലത്ത് അയറാബി പള്ളിയിലാണ് മൂത്രയിച്ചു. സഹാബത്തൊക്കെ പാട് തടയം മേടിച്ചൊന്നു നബി പറഞ്ഞു അയാളെ വിട്ടേക്ക്, വീരല്ലാത്തതുകൊണ്ടല്ലേ. നല്ലവനായ ഒരു സഹാബി, ആ മനുഷ്യനെ പറ്റി, ആ സഹാബിയെ പറ്റി നമ്മളൊരു തെറ്റും വിചാരിക്കരുത്. അദ്ദേഹം സ്വർഗത്തിലാണ്, നമുക്ക് ഹദീസുകൾ കാണാൻ സാധിക്കും. നല്ലവനായ സഹാബിയായിരുന്നു, വീരല്ലാത്തതുകൊണ്ട് ചെയ്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തു. ആൾക്കാരുടെ ഒരു പാത്രത്തിൽ വെള്ളം കൊണ്ടുവരാൻ, പള്ളിയിലാണ്ട് ഒഴിച്ചു, മണലിലാണ് താഴ്ത്തുപോയി, ആണ് വൃത്തിയായി. ഇനി അതൊക്കെ പോട്ടെ, ആണുങ്ങളും ഇങ്ങനെ വെള്ളം ഒഴിച്ചു എന്ന് ഹദീസിലുണ്ടെങ്കിൽ ഇനിയിപ്പോ എന്തായി വിശാരി ചെയ്യാ? മൂപ്പരെന്നെ പറയുന്നുണ്ട്, പുരുഷന്മാരെ ഏതായാലും നിസ്കരിച്ച് പള്ളിന്റെ ഉള്ളുന്നാണ് മൂപ്പരിക്കും തർക്കല്ല. എന്നാൽ അബൂദാവൂദിലുള്ള ഹദീസിൽ, അബൂദാവൂദിൽ ബാബു സ്വലാത്തുൽ കുസൂഫ് എന്ന അധ്യായത്തിൽ 1177 ഹദീസായിട്ട്, അഥവാ അബൂദാവൂദിന്റെ 1-ാം വാള്യം 306 പേജിൽ പറയുന്നു. എന്താ പറയുന്നത്? ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ എന്ന് പറയട്ടെ, കസഫത്തി ശംസു അലാ അഹ്ദി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി തിരുമേനിയുടെ കാലത്ത് സൂര്യന് ഗ്രഹണം ബാധിച്ചു. ഫഖാമൻ നബിയ്യു സല്ലല്ലാഹു അലൈഹി വസല്ലം ഖിയാമൻ ശദീദൻ, നബി ദൈർഘ്യമേറിയ നൃത്തം നിന്നു. യഖൂമു ബിന്നാസ്, ജനങ്ങളെയും കൊണ്ട് നിന്നു. ഏതുവരെ? നിസ്കാരത്തിന്റെ ദൈർഘ്യം ഇങ്ങനെ പറയും. നമ്മളെ വിഷയമായിട്ട് ബന്ധമുള്ള ഭാഗം ഏതാ? ഹത്താ, ഏതുവരെ? ഇന്ന റിജാലൻ പുരുഷന്മാർ, നരിജാലൻ പുരുഷന്മാർ, യൗമൈദിൻ അന്നേരം അവർക്ക് ബോധക്ഷയമുണ്ടാകുമോ എന്ന് വരെ ഭയപ്പെടാൻ തുടങ്ങി നൃത്തത്തിന്റെ ദൈർഘ്യം കൊണ്ട്. ഹത്താ വെള്ളപ്പാത്രത്തിന്റെ കെട്ടയച്ചിട്ട് ആണുങ്ങളും തലയിൽ ഒഴിക്കാൻ തുടങ്ങി. ഒരു തണുപ്പിട്ടാനേ തിരികെ ഒരു കുളിരി കിട്ടാൻ വേണ്ടിയിട്ട് ആണുങ്ങളും പള്ളിന്റെ ഉള്ളിൽ നിന്ന് വെള്ളം ഒഴിക്കാൻ തുടങ്ങി. ഇനിയിപ്പോ എന്താ മൈലേരിയ? ആണുങ്ങളും അടുക്കളയിലാന്ന് പറയട്ടെ അല്ലേ? അപ്പൊ ഇത് ഹദീസിലുള്ളത്. അത് എവിടെയുള്ളതാണ് പഠിച്ചിട്ടുള്ളത്? അബൂദാവൂദിലുണ്ട്, 1-ാം വാള്യം 306 പേജ്. ഇനി അതും നോക്കാൻ അറിയാത്ത മനുഷ്യന്മാരാണെങ്കിൽ ബാബു സ്വലാത്തുൽ കുസൂഫ്, ഗ്രഹണ നിസ്കാരം എന്നുള്ള അധ്യായത്തിൽ ആദ്യം കൊടുത്ത ഹദീസ് എന്നതാണ്. നമ്പർ 1177 നമ്പർ. ഇതൊക്കെ പറഞ്ഞെന്തിനറിയോ? ഇതൊന്നും കാണൂലാന്ന് വിചാരിച്ചിട്ടാണ് തട്ടി വിട്ടുകളെന്ന് ബുക്കാണ്ട് എഴുതി വിട്ടു. സുന്നത്ത് ജമാഅത്തിന്റെ ധീരമായ ശബ്ദമിതാ വഹാബികളെ മുട്ട് മടക്കിയിരിക്കുന്നു എന്ന് പറഞ്ഞിട്ടാണ് ആ ബുക്കിന്റെ പരസ്യം. ഈ രൂപത്തിലുള്ള മടക്കലാ മടക്കിയത്, മുട്ടൈ ഈ രൂപത്തിലാണ് മടക്കിയിട്ടുള്ളത്. അത് നമ്മൾ മനസ്സിലാക്കണത്, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കാലത്ത് ഗ്രഹണ നമസ്കാരത്തിലും സ്ത്രീകൾ പങ്കെടുത്തിട്ടുണ്ട്, പള്ളിയിൽ തന്നെ പങ്കെടുത്തിട്ടുണ്ട്. സാധാരണക്കാരല്ല, ഏറ്റവും നല്ല പ്രായവും അതേപോലെ തന്നെ ശേഷിയും അറിവുമൊക്കെയുള്ള സഹാബാവനിതകൾ പങ്കെടുത്തിട്ടുണ്ട്. റസൂലുള്ളാഹി അറിഞ്ഞിട്ടുണ്ട്. പൊയ്ക്കോളിയും പെണ്ണുങ്ങളെ വീടിന്റെ ഉള്ളിലോട്ട് പോകുമെന്ന് പറഞ്ഞ് വ്യാട്ടിപ്പായിട്ടില്ല, ഹറാമാക്കിയിട്ടില്ല. ഇതൊക്കെ നമുക്ക് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഹദീസിൽ നിന്ന് മനസ്സിലാക്കുവാൻ സാധിക്കുന്ന പരമാർത്ഥം. ഏത് നിസ്കാരങ്ങളുണ്ടോ അതിലൊക്കെ വരിക്കും ചാൻസ് കിട്ടി. ഈ തറാവീനെ കുറിച്ച് പറയുമ്പോൾ അത് നീണ്ട സംഭവം, അത് പറയും. അപ്പോ എല്ലാത്തിലും ഉണ്ട് ഈ വിഷയം.